യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ നിത്യജീവൻ ശുശ്രൂഷകരെ, ദൈവാത്മാവിനാൽ നിറയപ്പെട്ട് ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ശുശ്രൂഷ വഴി ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള നിത്യജീവൻ ശുശ്രൂഷയിലെ ദൈവജനമേ, ഈ കാലഘട്ടങ്ങൾ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ ഒത്തിരി പഠിപ്പിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് അച്ഛൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ കാലഘട്ടത്തിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തെ വെച്ച് ഒന്ന് വിചിന്തനം ചെയ്യാം. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിത രീതിയെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിക്കും. അതിനൊരു വഴി ദൈവം നമുക്ക് തരുന്നുണ്ട്. അതാണ് വചനം പാലിച്ച് ജീവിക്കുക. ഏതു കാലഘട്ടങ്ങളെയും അതിജീവിക്കാൻ ദൈവജനത്തിന് ദൈവം നൽകുന്ന കൃപയുടെ പേരാണ് ദൈവവചനം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ വചനം പാലിക്കേണ്ട കാലഘട്ടങ്ങൾ കൂടുതൽ ആവശ്യകരമായിട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ വചനം പാലിക്കാം എന്ന് ചിന്തിക്കാം. പലപ്പോഴും ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉന്നയിക്കപ്പെടുമ്പോൾ നമുക്കതിൽ നിന്ന് ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ പറ്റും. ഒന്നാമതായിട്ട്, നാം ഇങ്ങനെ പോയാൽ മതിയോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ ചോദിക്കണം. ഇങ്ങനെ പോയാൽ മതിയോ? ഈ കാലഘട്ടത്തിൽ ഇങ്ങനൊരു യാത്രയാണോ എന്നിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ? മറ്റൊരു ചോദ്യമാണ്, ഈ യാത്രയുടെ അവസാനം എവിടെയായിരിക്കും? ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് എൻ്റെ അവസാനം എവിടെയായിരിക്കും? എൻ്റെ അവസാനത്തെ ജീവിത സാഹചര്യം എന്തായിരിക്കും എന്ന ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ചോദിക്കപ്പെടണം. ഇങ്ങനെ പോയാൽ മതിയോ? ഇങ്ങനെ പോയാൽ എൻ്റെ അവസാനം എവിടെയായിരിക്കും? ഇന്ന് പലരോടും ചോദിക്കുന്ന ചില ചോദ്യങ്ങളിലെ ഏറ്റവും പ്രമുഖ ചോദ്യങ്ങളാണ് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളോട് ചോദിക്കുന്നത്. ഈ ശുശ്രൂഷയുടെ പേര് തന്നെ നിത്യജീവൻ എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നിത്യജീവൻ പാലിക്കാൻ ഇപ്പോൾ നമ്മൾ പോകുന്ന ഈ യാത്ര മതിയോ എന്നൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ദൈവികമായി ആത്മീയമായി ജീവിക്കണമെങ്കിൽ ദൈവം നമുക്ക് പങ്കുവെച്ച് തന്ന ദൈവിക കൃപയുടെ വചനങ്ങൾ അതിൻ്റെ പൂർണ്ണതയോടെ നമ്മൾ പാലിക്കണം. ഈ ചോദ്യങ്ങളുടെ ഇടയിൽ ഞാൻ നിങ്ങളോട് ചില ഉത്തരങ്ങളെ ഇടപാടികളിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാം വചനം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ വചനം ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും നമ്മൾ ഒരു കാര്യം അറിയണം: നമ്മൾ ഒരിക്കൽ മരിക്കും. എന്നാൽ വചനത്തിൻ്റെ സത്യത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: നാം വചനം പഠിച്ചാലും ഇല്ലെങ്കിലും എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ വചനങ്ങളും അനുസരിച്ച് നാം ന്യായവിധിയുടെ മുന്നിൽ നിൽക്കേണ്ടി വരും. നമ്മൾ വചനം പഠിച്ചില്ലെങ്കിലും, വചനം ജീവിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ വചനം ധ്യാനിച്ചില്ലെങ്കിലും നമ്മൾ ഒരിക്കൽ ഈ വചനത്തിൽ പറഞ്ഞ ന്യായവിധിയുടെ മുന്നിൽ നിൽക്കേണ്ടി വരും. അപ്പോഴാണ് ഈ വചനം ഞാൻ ജീവിക്കേണ്ടതായിരുന്നു എന്ന് ഒരു ചോദ്യം ഉത്തരവും നമ്മുടെ മുന്നിൽ വരിക. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കുറപ്പാണ്, വചനം വായിക്കുന്നവരുണ്ട്, വചനം വായിക്കാത്തവരുണ്ട്, വചനം എഴുതുന്നവരുണ്ട്, പല രീതിയിലുണ്ട്. എന്നാൽ ഇതൊന്നും ചെയ്യാതെയുള്ളവരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ നമ്മൾ ഈ വചനത്തിൻ്റെ ന്യായപീഠത്തിൻ്റെ മുന്നിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. അന്ന് ഞാനും നിങ്ങളും കൊടുക്കാൻ പോകുന്ന ഉത്തരം എന്തായിരിക്കുമെന്ന ചിന്തയോടെ ആയിരിക്കണം ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് നാം ഈ സമയങ്ങളിൽ പ്രത്യേകം ചിന്തിക്കണം: എൻ്റെ വീട്ടിലിരിക്കുന്ന ദൈവവചനത്തിന് എന്നോട് എന്തു പറയാനുണ്ട്? എൻ്റെ വ്യക്തി ജീവിതത്തെ എത്രമാത്രം ഇനിയും മാറ്റാനുണ്ട് എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടങ്ങളാണ്. കാരണം വചനത്തിൽ പറഞ്ഞതും ലോക ചരിത്രങ്ങൾ പറഞ്ഞു വയ്ക്കുന്നതുമായ കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുന്നുണ്ട്. ദൈവവചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ ഈ ദേവാലയത്തിലോ ജെറുസലേമിലോ ദൈവത്തെ ആരാധിക്കാത്ത സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ചില സംഭവങ്ങളെ ദൈവവചനം നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വചനത്തെ നമ്മൾ പാലിക്കുന്നവരായിട്ട് മാറേണ്ട കാലഘട്ടമായിട്ടുണ്ട്. വെറുതെ കേൾക്കുന്നവരോ അല്ലെങ്കിൽ പങ്കുവെക്കുന്നവരോ ആകാതെ അത് പാലിക്കുന്നവരാകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലേവ്യരുടെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിലെ 17-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിലും കുറ്റക്കാരനാണ്. അവൻ തൻ്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും. വളരെ പ്രധാനപ്പെട്ടൊരു വചനം. കർത്താവ് വിലക്കിയിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തി അറിഞ്ഞിട്ടോ അറിയാതെയോ ചെയ്തിട്ടുണ്ടെങ്കിലും വചനം പറയുകയാണ് അവൻ കുറ്റക്കാരനാണ്.
കാരണം അവൻ്റെ മുന്നിൽ ഈ വചനത്തിലൂടെ, സഭയുടെ പഠനത്തിലൂടെ, ദൈവവചനങ്ങളിലൂടെ എല്ലാം തന്നെ ഈ കാലഘട്ടങ്ങളിലെല്ലാം റിവീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്, വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് അവൻ അറിഞ്ഞിട്ടില്ലെന്നൊരു ന്യായീകരണം പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം അവൻ കുറ്റക്കാരനായിട്ട് മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം, നാം വചനം പഠിക്കാനും പ്രചരിപ്പിക്കാനും സഭയോട് ചേർന്ന് വചനം ചിന്തിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ വചനത്തെ പഠിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം പറയുന്നത്. നീ അതിനെ വെള്ളിയെന്ന പോലെ തേടുകയും നിഗൂഢ നിധിയെന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. വളരെ പ്രധാനപ്പെട്ടത്, നീ അതിനെ, ദൈവവചനത്തെ വെള്ളിയെന്ന പോലെ തേടണം. വിലപിടിപ്പുള്ള വെള്ളി എന്ന പോലെ നീ അതിനെ തേടണം. പിന്നീട് പറയാണ്, നിഗൂഢതയിലെ നിധി എന്ന പോലെ നീ അത് അന്വേഷിക്കണം. വചനത്തെ നമ്മൾ, സ്നേഹമുള്ളവരെ, നമ്മൾ ആഴത്തിൽ പഠിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി രൂപാന്തരീകരണം വരും. ഇന്ന് ലോകം കണ്ട വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ വചനങ്ങൾ വ്യതിചലനം വരുത്തിയപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വിശുദ്ധി വന്നത്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ ആഴം പഠിപ്പിക്കുന്ന ഒരു സ്ലീഹായാണ് യാക്കോബ് സ്ലീഹ. യാക്കോബ് സ്ലീഹായുടെ ലേഖനത്തിൽ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ തലക്കെട്ട് ഇങ്ങനെയാണ്: വചനം പാലിക്കുക. യാക്കോബ് സ്ലീഹ ഈ ലോകത്തോട് പറയുന്നത്, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ വചനം പാലിക്കുന്നവരായിട്ട് ജീവിക്കണം. അച്ഛൻ അതിലെ കുറച്ച് വചനങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാം. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 19 തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കേൾക്കുന്നതിനും സന്നദ്ധതയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതികളുമായിരിക്കണം. പ്രത്യേകിച്ച് വചനം വായിക്കുന്നവരും വചനം ജീവിക്കുന്നവരുടെ പ്രത്യേകത, അവർ ശാന്തരായിരിക്കും, വചനത്തെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശാന്തത നഷ്ടപ്പെടുന്നത് വചനത്തെ നമ്മൾ ആഴത്തിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിൻ്റെ 21-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: ആകയാൽ എല്ലാ അശുദ്ധിയും വർജിച്ചു വരുന്നതിനും തിന്മ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം നിങ്ങൾ സ്വീകരിക്കുവൻ. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പഠിപ്പിക്കുക, വിനയപൂർവ്വം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, യാക്കോബിൻ്റെ ലേഖനത്തെ പറഞ്ഞു വയ്ക്കുന്ന ഈ ദൈവവചനത്തിൻ്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കാൻ അച്ഛൻ ഈ വചനത്തിൻ്റെ ചില ഇടനാഴികളിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, വചനം നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതാണെന്ന്, യാഥാർത്ഥ്യമാണെന്ന്, ഇത് വിനയപൂർവ്വം സ്വീകരിക്കേണ്ടതുമാണെന്ന് യാക്കോബ് സ്ലീഹ നമ്മളെ പഠിപ്പിക്കുക. വചനം നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്ന, ഈ ലോകത്ത് ഒരു വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിവുള്ളത് ദൈവവചനത്തിനാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനോ നമ്മൾ ഇടുന്ന വസ്ത്രങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിൻ്റെ സ്വത്ത് സൗകര്യങ്ങൾക്കോ ഒന്നും നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ശരീരത്തിൻ്റെ രോഗത്തിൽ നിന്ന് അതിനൊക്കെ രക്ഷിക്കാൻ പറ്റും. ആത്മാവിനെ, ഒരു വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുള്ളത് അത് ദൈവവചനത്തിനാണ്. അതുകൊണ്ട് നമ്മളതിനെ വിനയപൂർവ്വം സ്വീകരിക്കണം. സാധാരണ പോലെയല്ല, ദൈവവചനത്തിന് മുന്നിൽ ഒരു വിനയത്വം വേണം. എന്നോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ സ്വരം കേട്ട് അതനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കൃപ നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അതുകൊണ്ട് വചനം പറയുന്നില്ലേ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ട്, ഇത് വചനമാണ്, ഇതൊരു വാഗ്ദാനമാണ്. ഇത് വായിക്കുന്നൊരു വ്യക്തിക്ക് അവൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും ഈ വചനം ഒരു ആശ്വാസമായിട്ട് മാറും. അതുകൊണ്ട് രക്ഷിക്കാൻ കഴിവുള്ള ദൈവം അവിടുത്തെ പുത്രനായ യേശുക്രിസ്തു വഴി മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചതാണ് ദൈവവചനം. രക്ഷിക്കുന്ന ദൈവം തൻ്റെ ഏകപുത്രൻ വഴി ഈ ലോകത്ത് ജീവിക്കാനും അത് പാലിക്കാനുമായി സ്വപുത്രനെ അയച്ച ദൈവിക സത്യത്തെയാണ് ദൈവവചനമെന്ന് നമ്മുടെ മുന്നിൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദൈവവചനം കയ്യിലെടുക്കുമ്പോൾ എൻ്റെ ദൈവത്തെയാണ് കൈയെടുക്കണേ. നമുക്കറിയാം, ബൈബിള് ഒരു വ്യക്തി കയ്യിലെടുക്കുമ്പോൾ ഈ ദൈവവചനത്തെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവൻ്റെ ദൈവവും അവനുമായിട്ടുള്ള വ്യക്തിബന്ധം അവനെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കണം, ദൈവവചനത്തെ നമ്മൾ സ്വന്തമാക്കണം. അതുകൊണ്ട് കൊരിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അതുകൊണ്ട് സുവിശേഷ പ്രസംഗം വഴി ഈശോയുടെയും അവിടുത്തെ സന്ദേശത്തെയും സ്വീകരിക്കുന്നവർ രക്ഷിക്കാൻ ദൈവം തിരുമനസ്സായി. അതുകൊണ്ട് സുവിശേഷം,
ദൈവവചനം പ്രസംഗിക്കുന്നവർ ഈശോയുടെയും അവിടുത്തെ സന്ദേശവും വഴി സ്വീകരിക്കുന്നത് കൊണ്ട് അവർ രക്ഷിക്കപ്പെടുന്നവരായി. കണ്ടോ, പൗലോസ് പറയുക, ആരെല്ലാം സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്നുവോ, സുവിശേഷം ജീവിക്കുന്നുവോ, അവർക്ക് ജീവിതത്തിൽ ദൈവീക രക്ഷ സ്വന്തമാക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും ഈ ദൈവീക രക്ഷ സ്വന്തമാക്കാൻ കൃപയുള്ളവരാകണം. രണ്ടാമതായിട്ട് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: വചനം സ്വീകരിച്ചാൽ മാത്രം പോരാ, അത് അനുവർത്തിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. വചനം സ്വീകരിക്കുന്നവരാ, വചനം ഒത്തിരി കേൾക്കുന്നവരാ, ജപമാല ചൊല്ലിക്കഴിയുമ്പോൾ വചനം വായിക്കുന്നവരാ, കുർബാനയിൽ നമ്മൾ ദൈവവചന വായനകൾ നമ്മൾ ഭക്തിപൂർവ്വം കേൾക്കുന്നവരാ. എന്നാൽ അത് കേൾക്കുന്നവർ മാത്രമായി നമ്മൾ തീരുന്നുണ്ടോ? അനുവർത്തിക്കുന്നവരാകുന്നുണ്ടോ? യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, വചനം കേൾക്കുന്നവർ മാത്രമാകരുത്, അത് അനുവർത്തിക്കുന്നവരായി നിങ്ങൾ മാറണം. അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൃപ വരിക. അതുകൊണ്ടല്ലേ നമുക്കറിയാം, ഈശോ ഗിരിപ്രഭാഷണത്തിൽ മലയിലെ പ്രസംഗത്തിൻ്റെ അവസാനം, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാനത്തിലെ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം ഈശോ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ എന്ന് നിങ്ങൾ വിളിക്കുകയാണ്, എന്നാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിങ്ങൾ നിറവേറ്റുന്നില്ല. എൻ്റെ കർത്താവേ, എൻ്റെ കർത്താവേ എന്ന് നിങ്ങൾ വിളിക്കുമ്പോഴും എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നില്ല. ഇഷ്ടം നിറവേറ്റുന്നവരാരാണോ അവരാണ് സ്വർഗരാജ്യത്തിൽ. ആര് വചനം ജീവിക്കുന്നോ, ആര് വചനം പാലിക്കുന്നോ, ആര് വെള്ളം ചേർക്കാതെ വചനത്തിന് വേണ്ടി ജീവിക്കുന്നോ, അവരുടെ ജീവിതത്തിലാണ് സ്വർഗരാജ്യം അവകാശപ്പെടുത്തുക. അതാണ് ഈശോ മലയിൽ പ്രസംഗിച്ച് തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് വചനത്തിൽ: ഈ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണലിൽ ഭവനം പണിതവന് തുല്യമാണ്. വെള്ളപ്പൊക്കം ഉണ്ടായി ഭവനം ഇടിഞ്ഞു വീണു. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും ചില ജീവിതങ്ങൾ തകർന്നു പോകുന്നതിന് കാരണം ദൈവവചനത്തെ അവരുടെ കുടുംബത്തില്, ജീവിതത്തില് വ്യക്തിപരമായ ഒരു അനുഭവം വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ സാഹചര്യത്തെ വചനത്തിനനുസൃതമായി ജീവിക്കാൻ അവർക്ക് ഓരോരുത്തർക്കും ശക്തി ലഭിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് കേൾക്കുന്നവർ മാത്രമാകാതെ അനുവർത്തിക്കുന്നവരാകണം. മൂന്നാമതായിട്ട് യാക്കോബ് ശ്ലീഹ വചനത്തെ ഒന്നിനോട് താരതമ്യം ചെയ്ത് പറഞ്ഞു തരുന്നുണ്ട്. ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞു തരുന്നു. അതിങ്ങനെയാണ്: വചനത്തെ ഒരു കണ്ണാടിയിലൂടെ യാക്കോബ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ഒരു കണ്ണാടിയുമായിട്ട് ഇതിനെ താരതമ്യം ചെയ്ത് പഠിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കറിയാം കണ്ണാടിയുടെ ഒരു പ്രത്യേകത, കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അല്ലാതെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. എൻ്റെ മുന്നിൽ ഒരു കണ്ണാടി എന്ന ഒരു പ്രതലത്തിൻ്റെ മുന്നിൽ ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ രൂപ ഭംഗി എങ്ങനെയാണെന്നുള്ളത് അത് കൃത്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്കും കടന്നു ചെല്ലുമ്പോൾ കണ്ണാടിയിലൂടെ നോക്കി നമ്മെ തന്നെ വിശുദ്ധീകരിച്ച് കടന്നു പോകുന്നത്. ഇതുപോലെയാണ് ദൈവവചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ആത്മീയ ശോചകത്തിൻ്റെ അവസ്ഥകളെ മനസ്സിലാക്കാൻ ചില കണ്ണാടികളുണ്ട്. ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ആത്മീയ മനുഷ്യൻ്റെ അവസ്ഥ, നമ്മുടെ ആത്മാവിൻ്റെ നിജസ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ ഒരു കണ്ണാടിയിലൂടെ നമ്മൾ കാണുന്നത് പോലെ, സ്വന്തം മുഖം നോക്കിയിട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ ദൈവവചനത്തിന് മുന്നിൽ നോക്കിയിട്ട് കടന്നു പോകുന്നവരാകരുതെന്ന് പറയുന്നത്. നമുക്കറിയാം, കണ്ണാടിയിൽ നമ്മൾ നോക്കി പിന്നെ വരുമ്പോൾ നമ്മുടെ രൂപം അങ്ങനെ ആകണമെന്നില്ല. അതുകൊണ്ട് കണ്ണാടിയിൽ നോക്കുന്നത് പോലെ എപ്പോഴും ദൈവവചനത്തിലേക്ക് നോക്കി അതുപോലെ ജീവിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരും. നമ്മിലെ ദൈവിക ഛായയ്ക്കുണ്ടായിട്ടുള്ള ശോചക അവസ്ഥകളെ, വേദനിക്കുന്ന അവസ്ഥകളെ തിരിച്ചറിയാൻ ദൈവവചനം. അതുകൊണ്ട് ഈ ലോകം കണ്ട വലിയ പാപികൾ പോലും മാനസാന്തരപ്പെട്ടത് ദൈവവചനമാകുന്ന കണ്ണാടിയിലേക്ക് അവൻ്റെ ആത്മീയ അവസ്ഥകളെ വെച്ച് നോക്കിയപ്പോൾ അവന് മനസ്സിലായി, ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവിക ഛായയിലല്ല, അതുകൊണ്ട് എനിക്ക് തിരിച്ചു വരണം. സുബോധമുള്ള ധൂർത്തപുത്രനെ പോലെ തിരിച്ചു വരുന്ന അനേകം ആത്മാക്കൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതിലൊരു വ്യക്തിയാകാൻ ഞാൻ നിന്നെയും ക്ഷണിക്കുകയാണ്. ദൈവവചനം നിന്നെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് വചനം പാലിക്കുന്നവരാകാൻ ദൈവം നമ്മളെ വിളിക്കുക. അതുകൊണ്ട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിതം പരിശോധിക്കുമ്പോൾ കുറവുകൾ മനസ്സിലാകും. സ്നേഹമുള്ളവരെ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ കുറവുകളെ പരിശോധിക്കണം. അവരെയും ഇവരെയും വെച്ച് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട. നമ്മുടെ സഭയെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വ്യക്തി ജീവിതത്തെയും വചനത്തെ വെച്ച് ഒന്ന് പരിശോധിച്ച് അവിടെ നമ്മുടെ കുറവുകളെ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ വചനം വായിക്കാനോ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വചനത്തെ ആഴത്തിൽ സ്നേഹിക്കാനെങ്കിലും പറ്റണം. വചനം വായിക്കാനോ ശ്രവിക്കാനോ ലഭിക്കുന്ന അവസരം പലരും നഷ്ടപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് പലരും പറയാറുണ്ട്, ഞങ്ങൾക്കാരും വചനം പറഞ്ഞു തന്നില്ല, ഞങ്ങൾക്കാരും വചനം പങ്കുവെച്ചെന്ന്, അത് ഞങ്ങൾ അറിഞ്ഞില്ല.
ഈ കാലഘട്ടത്തിൽ പല മനുഷ്യരും ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു, യുവജനങ്ങൾക്കറിയില്ല. പല ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും വായിക്കും. ഏറ്റവും കൂടുതൽ ലോകത്തിൽ അച്ചടിക്കപ്പെട്ട ദൈവവചനത്തെ, ഈ പരിശുദ്ധ സുവിശേഷത്തെ, ഈ ദൈവവചനത്തെ വായിക്കാത്ത എത്ര ക്രൈസ്തവരുണ്ട് സ്നേഹമുള്ളവരെ. നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ബൈബിളുകൾ പൊടി പിടിച്ചിരിക്കുകയാണോ? തുറക്കണം. എൻ്റെ ദൈവവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആഴം വരണം. അല്ലാതെ ദൈവത്തെ നമ്മൾ എങ്ങനെ അറിയാനാ? ഒരു വ്യക്തി പ്രസംഗിച്ചത് കൊണ്ടോ ഈ അച്ഛൻ പ്രസംഗിച്ചത് കൊണ്ടോ നിങ്ങൾ ദൈവത്തെ അനുഭവിക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വചനങ്ങൾ കേൾക്കുമെന്ന്, എന്നാൽ നീയും നിന്റെ ദൈവവചനവുമായിട്ടുള്ള ആഴത്തിലൊരു ബന്ധം വരുമ്പോഴില്ലേ നിന്റെ ജീവിതത്തിൽ ഏത് ദുഃഖ നൊമ്പരങ്ങളിലും ഏത് വേദനകളിലും നീ തുറന്നു വായിക്കുന്നത് ഈ പ്രത്യാശയുടെ പുസ്തകമായിരിക്കും, ഈ പ്രതീക്ഷയുടെ ജീവനാടിയുള്ള ഈ പുസ്തകത്തെ ആയിരിക്കും, ഈ ദൈവവചനത്തെ, ദൈവം വസിക്കുന്ന ദേവാലയമായ സുവിശേഷത്തെ നീ നിന്റെ ജീവിതത്തെ സ്വന്തമാക്കും. അവിടെയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തെ കൃപ കിട്ടുക. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ കാര്യം യാക്കോബ് ശ്ലീഹ പറഞ്ഞു വെക്കുകയാണ്, യേശു എന്ന ഈ ദൈവവചനം നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ്. യാക്കോബ് ശ്ലീഹ വചനത്തെക്കുറിച്ച് പറയുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ് യഥാർത്ഥത്തിൽ സുവിശേഷം. പലരും പറയാറുണ്ട്, അച്ഛാ സുവിശേഷം അനുസരിച്ച് എങ്ങനെ ജീവിക്കാൻ ഈ കാലഘട്ടത്തിൽ? അങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരല്ലേ? സ്നേഹമുള്ളവരെ, സുവിശേഷം ഒരിക്കലും ഒരു അടിമത്വമല്ല, സ്വാതന്ത്ര്യമാണ്. കാരണം സുവിശേഷം നന്മ വരുത്തുന്നതാണ്, പാപമാണ് നമ്മൾ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, സുവിശേഷം യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചാൽ നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും സ്വാതന്ത്ര്യമുള്ളവർ. എന്നാൽ നമ്മൾ സുവിശേഷം ജീവിക്കാതെ ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുകയും പാപത്തിൻ്റെ വാക്കുകൾക്ക് നമ്മൾ ചെവി കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബന്ധനങ്ങൾ, കെട്ടുപാടുകൾ അഴിക്കാനും ദൈവവചനം തന്നെ വേണം. നമുക്കറിയാലോ, പൈശാചിക പീഡകളിൽ അല്ലെങ്കിൽ കുടുംബ തകർച്ചകളിൽ ദൈവവചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. രോഗികളുടെ മേലെ കൈകൾ വെച്ച് വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗങ്ങൾ വിട്ടുപോകുന്നത് കണ്ടു. കാരണം വചനം ഒരു സത്യമാണ്, വചനം നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമാണ്. അതുകൊണ്ട് ഒരിക്കലും വചനത്തെ ഒരു അടിമത്തത്തിൻ്റെ കാഴ്ചപ്പാടിൽ കാണരുത് സ്നേഹമുള്ളവരെ. അതുകൊണ്ട് വചനം പാലിക്കാൻ, ജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഈ കാലഘട്ടത്തിൽ? അതാണ് അച്ഛൻ നിങ്ങളുടെ മുന്നിൽ ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ലൈഫിൽ ഇനി എങ്ങനെ ഈ വചനത്തെ ജീവിക്കുക. ഈ കാലഘട്ടം തീർച്ചയായിട്ടും ഈ 6 കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ദൈവത്തിൻ്റെ കൃപ വരും. ഒന്നാമത്തത്, ദിവസവും വചനം വായിക്കണം. രാവും പകലും വചനം ഓർക്കണം, വചനം ജീവിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ദിവസവും വചനം വായിക്കണം. അതിനൊരു കുറവ് വരുത്തരുത് സ്നേഹമുള്ളവരെ. ജീവശ്വാസം തരുന്ന ദൈവത്തിന് നിനക്ക് കൊടുക്കാൻ പറ്റുന്നൊരു വലിയ കാര്യമാണ് ഒരു 2 വരിയെങ്കിലും കുറഞ്ഞു പോയതെങ്കിലും വായിക്കണം. വചനം നമ്മൾ വായിക്കണം, തീരുമാനം എടുക്കണം, എങ്ങനെയൊക്കെ എനിക്ക് വായിക്കാൻ പറ്റും. അതുപോലെ രാവും പകലും ഞാൻ വായിച്ച വചനത്തെ ഞാൻ ധ്യാനിക്കണം. എൻ്റെ ജീവിതവുമായിട്ട് ഈ വചനത്തിൻ്റെ കണ്ണാടി എന്നെ എന്ത് പറഞ്ഞു വെക്കുന്നു? അതുകൊണ്ടാണ് ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത്, അതിനെക്കുറിച്ച് രാവും പകലും നീ ധ്യാനിക്കണം. ജോഷുവ 1:8 പറയുക, നീ വായിച്ച വചനത്തെ നീ രാവും പകലും ധ്യാനിക്കണം. രണ്ടാമത് സ്നേഹമുള്ളവരെ, നമ്മുടെ മക്കളെ വചനം ജാഗ്രതയോടെ പഠിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിലെ മക്കളെ, യുവജനങ്ങളെ, കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കണം. വേറെ എന്തു പഠിപ്പിച്ചാലും ലോകത്തിൻ്റെ സുഖങ്ങളിലേക്കുള്ള യാത്രയാണ്. പഠിപ്പിക്കേണ്ടെന്നല്ല അച്ഛൻ പറഞ്ഞേ, എന്നാൽ പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ, സത്യങ്ങൾ പഠിപ്പിക്കാതിരുന്നാൽ സത്യങ്ങളെ മൂടിക്കളയുന്ന അവസ്ഥകളുണ്ട് ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് സത്യസന്ധമായിട്ട് മാതാപിതാക്കളോട് അച്ഛൻ കാല് പിടിച്ച് അഭ്യർത്ഥിക്കുക, നമ്മുടെ മക്കളെ വചനം പഠിപ്പിക്കണം, വചനത്തിനൊരു ജീവിതം കൊടുക്കണം. അങ്ങനെ പഠിച്ച മക്കള് ഇന്ന് വരെ ഈ ലോകത്ത് നശിച്ചിട്ടില്ല സ്നേഹമുള്ളവരെ. എപ്പോഴെങ്കിലും വഴിതെറ്റിപ്പോകുമ്പോൾ അവൻ്റെ ഉള്ളായ്മയിൽ നിന്ന് ചില ബോധ്യങ്ങൾ വചനത്തിലൂടെ അവനെ പഠിപ്പിക്കും. നീ പോകുന്ന വഴി തെറ്റാണ് എന്ന് പഠിപ്പിക്കാൻ വചനത്തിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലുണ്ടാകും. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 7-ാം വാക്യം പറയുന്നത്, ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെ പറ്റി സംസാരിക്കണം. നമ്മുടെ വീട്ടില് പല സംസാരങ്ങളാണ്. എന്നാൽ ദൈവവചനത്തെക്കുറിച്ച് എത്ര കുടുംബങ്ങളിൽ സംസാരിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ? വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്, മക്കളോട് വചനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നിങ്ങളൊരു തീരുമാനം എടുക്കുക, എൻ്റെ മക്കളും ഞാനും വചനം പഠിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കും. നമ്മൾ കേൾക്കുന്ന വചന പ്രസംഗത്തെക്കുറിച്ച് നമ്മൾ വിചിന്തനം ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ ദൈവം വസിക്കുന്ന ആലയങ്ങളായിട്ട് മാറാം.
മൂന്നാമതായിട്ട് പറയുന്നത് ആത്മീയ കാര്യങ്ങൾക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു സമ്പൂർണ്ണ ബൈബിള് കൊണ്ടുപോകണം. സ്നേഹമുള്ള, ഒരു വചനം കേൾക്കാൻ പോകുമ്പോൾ വചന പുസ്തകമില്ലാതെ നമുക്ക് എങ്ങനെ വചനം കേൾക്കാനാ? ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴോ ആത്മീയമായിട്ട് ഒരു പ്രാർത്ഥന നയിക്കാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ ഈ ലോകത്ത് എടുക്കാൻ മറക്കാത്തത് മൊബൈൽ ഫോണാണ്. അതിനേക്കാൾ വിലയുണ്ട് സ്നേഹമുള്ളവരെ നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനത്തിൽ. അതുകൊണ്ട് എവിടെയെങ്കിലും ആത്മീയ ശുശ്രൂഷകൾക്ക്, പ്രാർത്ഥന യോഗങ്ങൾക്ക് പോകുമ്പോൾ കയ്യിലൊരു ബൈബിൾ ഉണ്ടാകണം. ബൈബിൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു കോട്ടയും സംരക്ഷണവും. അതൊരു നാണക്കേടിൻ്റെ പേരിൽ നമ്മൾ മാറ്റിവെക്കരുത്. ഒരു ക്രൈസ്തവൻ്റെ ആയുധമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം പറയാ, അവർ കയ്യിൽ ഒരു അടയാളവും നെറ്റിയിൽ ഒരു പട്ടവുമായി അത് അണിഞ്ഞിരുന്നു. ദൈവവചനം നമ്മുടെ കയ്യിൽ ഒരു പടയായുധമായിട്ടുണ്ടാകണം. 4-മതായിട്ട് പറയുന്നത്, വീട്ടിലെല്ലാവരും സ്വതന്ത്രമായി വായിക്കാൻ ഒരു സമ്പൂർണ്ണ ബൈബിൾ എല്ലാവർക്കും വേണം. വീട്ടിലെല്ലാവർക്കും ഓരോ ബൈബിൾ വേണം. സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബൈബിൾ ഉണ്ടായിരിക്കണം. അവിടെയാണ് കൃപ വരുന്നത്. നമുക്കറിയാലോ, കുട്ടികൾ പഠിക്കുമ്പോൾ പുസ്തകത്തിൽ എല്ലാവർക്കും ഓരോരോ പുസ്തകം. ഒരു കുട്ടിക്ക് ഒരു നോട്ട് ബുക്കല്ലല്ലോ. നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഓരോരോ പുസ്തകം മേടിച്ചു കൊടുക്കും. അതുപോലെ ദൈവവചനം ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അത് വരയ്ക്കണം, പഠിക്കണം. അങ്ങനെ വരുമ്പോഴാണ് വചനത്തോട് നമുക്ക് സ്നേഹം ഉണ്ടാവുള്ളൂ. സങ്കീർത്തന പുസ്തകം 127:1 പറയാ, അവിടുന്ന് കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വിഫലമാണ്. കർത്താവ് പണിയണമെങ്കിൽ ഈ ദൈവവചനവും എൻ്റെ കുടുംബവുമായി അഭേദ്യ ബന്ധം വേണം. അവിടെയാണ് കൃപ വരിക. 5-മതായിട്ട് വചനം പാലിക്കാനൊരു വഴി, എവിടെയെങ്കിലും പ്രസംഗിക്കാനോ പ്രാർത്ഥിക്കാനോ അവസരം കിട്ടിയാൽ ഒരു വചനെങ്കിലും എൻ്റെ അധരത്തിലൂടെ വരണം. ഒരു വചനെങ്കിലും ഞാൻ ഏറ്റുപറഞ്ഞിട്ട് ആ പ്രാർത്ഥന, ആ പ്രസംഗം അവസാനിക്കുള്ളൂ എന്ന് തീരുമാനം എടുക്കണം. സ്നേഹമുള്ളവർ, 6-മതായിട്ട് പറയുന്നത്, സഭയുടെ പ്രബോധന അധികാരവും ചേർന്നുകൊണ്ട് വചന പ്രബോധനങ്ങളും പുസ്തകങ്ങളും ലീഫ്ലെറ്റുകളെ വായിക്കാൻ പാടുള്ളൂ. സഭയുടെ അധികാരത്തിലുള്ളതേ വായിക്കാൻ പാടുള്ളൂ. തോന്നിയ പുസ്തകങ്ങൾ, സഭയ്ക്കെതിരെ വചനത്തെ വളച്ചൊടിപ്പിക്കുന്ന ചിന്തകളുള്ള പുസ്തകങ്ങൾ വായിക്കരുത്. സഭയിൽ എത്ര നല്ല പുസ്തകങ്ങളുണ്ട്, അതിൽ നിന്ന് നമ്മൾ അകന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് ഈ നിത്യജീവൻ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെ ഈ ദൈവവചനത്തിൻ്റെ അഭിഷേകത്താൽ മുദ്ര ചെയ്യട്ടെ. കർത്താവായ ഈശോയെ, ഈ വചനത്തിൽ ജീവിക്കുന്ന ദൈവത്തെ പാലിക്കുവാൻ ഈ മക്കൾക്ക് കൃപ കൊടുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാൽ, ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.